ഹലോ, നിങ്ങളെല്ലാവരും രാവിലെ പള്ളിയിൽ നേരത്തെ പോകുന്നവരാണോ? അങ്ങനെ നേരത്തെ വരുന്നവരെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ദിവസവും നേരത്തെ വരുന്ന ചില മനുഷ്യരുണ്ട്. അവർ വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുമുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരു കൗതുകകരമായ കാര്യമാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതൊരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് പലർക്കും തോന്നാം. പക്ഷെ ഇന്ന് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. വേറെ ആരെയും പറ്റിയല്ല, എൻ്റെ ഇടവകപ്പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരപ്പച്ചനെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ പതിവ് പോലെ ഞാൻ പള്ളിയിൽ നേരത്തെ ചെന്ന് കുർബാനയ്ക്കുള്ളതെല്ലാം റെഡിയാക്കി പള്ളിയുടെ ആനവാതിലിന്റെ ഫ്രണ്ടിൽ ചെന്നൊറ്റ ഇരിപ്പായിരുന്നേ. വേറെ ആരെയും നോക്കിയല്ല, ആ അപ്പച്ചനെ തന്നെ നോക്കിയാണ് ഞാൻ ഇരുന്നത്. ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന പിതാവിന്റെ ആശങ്കയായിരുന്നു എനിക്കും. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അപ്പച്ചൻ പള്ളിയുടെ ഗേറ്റ് തള്ളി തുറന്ന് കയറി വരുന്നുണ്ടായിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ കൂനിയുള്ള അപ്പച്ചന്റെ ഈ വേഗത്തിലുള്ള നടപ്പ് വേറെ എങ്ങോട്ടും ആയിരുന്നില്ല, പള്ളി സെമിത്തേരിയിലേക്കായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ കല്ലറ കണ്ടുപിടിച്ചത്. വേറെ ആരെയുമല്ല അപ്പച്ചൻ കാണാൻ പോയത്. ഏകദേശം ഒരു 15 വർഷം മുൻപ് മരിച്ചുപോയ തന്റെ പ്രേതമ്മയായ ഭാര്യയെ കാണാനാണ്. ഒരു ദിവസം പോലും മുടക്കമില്ലാത്ത ഈ സംസാരം ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാൻ ബാക്കി വെച്ചതോ മറന്നുപോയതോ ആയ സ്നേഹമായിരിക്കാം അവിടെ പങ്കുവെക്കപ്പെടുന്നത്. ഒറ്റയ്ക്കാക്കി പോയതിന്റെ പരിഭവങ്ങളായിരിക്കാം. എങ്കിലും ഒരു പ്രഭാതം പോലും അവർ കാണാതെ ഇരുന്നില്ല. തികഞ്ഞ ഒറ്റപ്പെടലിലും തിരികെ വരില്ല എന്ന സത്യം തിരിച്ചറിയാമായിരുന്നിട്ടും ഒരാൾ മാത്രം മറുപടിയില്ലാതെ സംസാരിക്കുമ്പോൾ ഇല്ലായ്മയിൽ പോലും തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രണയിതാക്കൾക്ക് നിങ്ങളൊരു മാതൃക തന്നെയാണ് അപ്പച്ച.